ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം, ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂരുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന ഭക്തിഗ്രന്ഥത്തിൽ നിന്നും ഇനിമേലാൽ എന്ന കവിത ഇവിടെ പാരായണം ചെയ്യുകയാണ്. വളരെ അത്യപൂർവമായി ലഭിക്കുന്ന മർത്യജന്മം ആ മാധവസ്മരണയ്ക്കും ഭഗവത് പൂജയ്ക്കും വേണ്ടി ഉപയോഗിക്കാതെ നശിപ്പിക്കുന്ന നമുക്ക് നേരെയുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ് ഇനിമേലാൽ എന്ന ഈ കവിത. ഭാഗ്യത്താൽ കലികാലത്തു പുണ്യഭാരതഭൂമിയിൽ സഞ്ജാതനായിരിക്കുന്നു മർത്യരൂപത്തിലിന്നു ഞാൻ. ഈച്ചയായി നൊച്ചനായോന്തായി കോടി ജന്മം കഴിച്ച ഞാൻ ചുട്ടുപൊട്ടിച്ചതേയുള്ളൂ മർത്യജന്മം ലഭിച്ചതും. തിന്നാം പുളയ്ക്കാം തുള്ളിയിടാം പോരാടാം ചത്തുവീണിടാം മറ്റു യോനികളിൽ ചെയ്യാൻ പറ്റുന്നതിവ മാത്രമാം. ഭക്തകൽപ്പദ്രുവായിടും ചിൽപ്പുമാനെ ഭജിക്കുവാൻ മാനവന്റെ ശരീരത്തിൽ മാത്രമേ സാധ്യമായിടൂ. അത്രയ്ക്കു വിലയുള്ളോരീ മർത്യജന്മത്തെ ഇത്ര നാൾ ഈശ്വരാരാധനം ചെയ്യാതയ്യോ കഷ്ടം തുലച്ചു ഞാൻ. യോഗാഗ്നിക്കരിയാനുള്ള മർത്യമേയായ വേദിയെ തുപ്പാൻ കെട്ടിപ്പടുത്തോരു കുപ്പയായി തെറ്റിയോർത്തു ഞാൻ. ധർമാർത്ഥമാം നൃദേഹത്തിൽ കാമാർത്ഥങ്ങൾ പകർന്ന ഞാൻ ശ്രേഷ്ഠമാം സ്വർണകുംഭത്തിൽ വിഷ്ഠകോരി നിറച്ചുപോയി. ദിവ്യമാം നരദേഹത്തിൽ നീചചിന്തകൾ ചെയ്ത ഞാൻ അമ്പലത്തിരുമുറ്റത്തുമത്തിക്കൊട്ട നിരത്തിനേൻ. കൈവല്യം വിളയേണ്ടുന്ന നെഞ്ചിൽ കാമം വിതച്ച ഞാൻ കൽപ്പവൃക്ഷം മുളയ്ക്കേണ്ടും പാടത്താട്ടങ്ങ നട്ടുപോൽ. പറ്റേണ്ടതൊക്കെ പറ്റിപ്പോയി ഇനിമേലാക്കമെങ്കിലും ഇതേ മട്ടിലബദ്ധങ്ങൾ പിണയായ്വാൻ ശ്രമിച്ചിടാം. വാഴില്ല കൃമിയെപ്പോലെ മേലാൽ ഞാൻ ഭോഗവിഷ്ഠയിൽ ഗോവിന്ദ ഭക്തി തീർത്ഥത്തിലാഴാൻ പോവുകയായിനി. സംസാരോത്തരണത്തിനായി എന്നാലാവുന്ന മാതിരി
ഉള്ള കാലം പ്രയത്നിക്കാൻ കാപ്പു കെട്ടിക്കഴിഞ്ഞു ഞാൻ. എന്നെ അക്കരെ എത്തിക്കാനുണ്ടല്ലോ ഭവസിന്ധുവിൽ നാമമാം കപ്പലും പിന്നെ കണ്ണനാം കർണധാരനും. തൃക്കൺമുന ചലിപ്പിച്ചും പുഞ്ചിരിക്കതിർ ചിന്നിയും പ്രത്യക്ഷനായി താ മുന്നിൽ മിന്നുന്നു മാരുതേശ്വരൻ. തക്കക്കാറ്റ മരം പായ കപ്പിത്താൻ കപ്പലക്കര എല്ലാമായി വിളങ്ങുന്ന കണ്ണനെ കാൺമു മുന്നിലായി. ഇനി മറ്റൊരിടത്തേക്കും പോകുവാൻ ഭാവമില്ല ഞാൻ. ഭഗവാനെ വിളിച്ചും കൊണ്ടിവിടെ തന്നെ മേ വിടും. കിട്ടിയിടേണ്ടതു കിട്ടിപ്പോയി, കണ്ടിടേണ്ടതു കണ്ടുപോയി. ആ നിലക്കിനി പോകുന്നതെങ്ങോട്ടാണ്, എന്തിനാണു ഞാൻ? രാമകൃഷ്ണ രമാനാഥ ദാമോദര ജനാർദ്ദന മാരുതേശ ഋഷികേശ നാരായണ നമോസ്തുതേ. നന്ദനന്ദന ഗോവിന്ദ മുകുന്ദ മുരമർദ്ദന ഇന്ദിരാകാന്ത വൈകുണ്ഠ പുണ്ടരീകാക്ഷ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 920 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ഇനിമേലാൽ എന്ന കവിത ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇന്ന് പാലക്കാട് മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന സപ്താഹയജ്ഞം സമർപ്പണം ചെയ്യുന്ന ദിവസം കൂടിയാണ്. ഇന്ന് ദ്വാദശസ്കന്ധം ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന ദ്വാദശസ്കന്ധം, അതിൽ 4-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ ഈ ഭൂമി, അത് ഭൂമിയുടെ ഗന്ധഗുണത്തെ ജലം സ്വീകരിക്കുമെന്നും ഭൂമി ജലത്തിൽ ലയിക്കുമെന്നും ജലത്തിൻ്റെ സൂക്ഷ്മാംശമായ രസത്തെ അഗ്നി സ്വീകരിക്കുമെന്നും രസമില്ലാതെയായ ജലം അഗ്നിയിൽ ലയിക്കുമെന്നും തുടർന്ന് ആ അഗ്നി വായുവിലേക്ക് ലയിക്കുമെന്നും വായുവിൻ്റെ ഗുണത്തെ ആകാശം ഗ്രസിക്കും എന്നും പറഞ്ഞു നിർത്തി. പിന്നെ പറയാണ്, സവൈ വിശതിഘം രാജം തതശ്ച നഭസോ ഗുണം ശബ്ദം ഗ്രസതി ഭൂതാതിർനഭസ്തമനുലീയത്തെ തൈജസശ്ചേന്ദ്രിയാണ്യംഗ ദേവാൻ വൈകാരികോ ഗുണൈഹി. അല്ലയോ രാജാവേ, ഹേ രാജൻ പരീക്ഷിത്തെ, സവൈ അതാകട്ടെ, ഘം വിശതി ആകാശത്തെ പ്രാപിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, തഥാ നഭസഹ ഗുണം ശബ്ദം ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെ ഭൂതാദി താമസാഹങ്കാരം ഗ്രസിക്കുന്നു. തം അനു അതിനെ അനുസരിച്ച് നഭഹ ലീയത്തെ ആകാശം ലയിക്കുന്നു. തൈജസഹ രാജസാഹങ്കാരം ഗുണൈസഹ ഗുണങ്ങളോടുകൂടി ഇന്ദ്രിയാണി ഗ്രസത്തെ ഇന്ദ്രിയങ്ങളെ ഗ്രസിക്കുന്നു. വൈകാരിക സാത്വികമായിട്ടുള്ള അഹങ്കാരം ദേവാൻ ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാന ദേവതകളെ ഗ്രസത്തെ. അപ്പോ സ്പർശരഹിതമായ വായു ആകാശത്തിൽ ലയിക്കുന്നുവെന്നും പിന്നെ ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തെ ഭൂതങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന താമസാഹങ്കാരം ഗ്രസിക്കുന്നുവെന്നും ശബ്ദഗുണം ഇല്ലാതെയായ ആകാശം അതോടുകൂടി
താമസാഹങ്കാരത്തിൽ ലയിക്കണു. ശ്രോത്രാദികളെ, ഇന്ദ്രിയങ്ങളെയും അവയുടെ വൃത്തികളെയും രാജസാഹങ്കാരം ഗ്രസിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെ സാത്വികമായ അഹങ്കാരവും ഗ്രസിക്കുന്നു. മഹാൻ ഗ്രസത്യഹങ്കാരം ഗുണാ സത്വാദയശ്ചതം ഗ്രസതേ വ്യാകൃതം രാജൻ ഗുണാൻ കാലേന ചോദിതം. അഹങ്കാരം, ഈ അഹങ്കാരത്തെ മഹാൻ ഗ്രസതി, മഹത്തത്വം ഗ്രസിക്കും. അതിനെ സത്വാദയ ഗുണാഹ, സത്വാദികളായിട്ടുള്ള ഗുണങ്ങൾ ഗ്രസിക്കും. കാലേന, കാലം കൊണ്ട്, ചോദിതം അവ്യാകൃതം, പ്രേരിപ്പിക്കപ്പെട്ട ആ പ്രധാനം ഗുണാൻ ഗ്രസത്തെ, ഈ ഗുണങ്ങളെ ഗ്രസിക്കുന്നു. ഇപ്പൊ താമസ, രാജസ, സാത്വികങ്ങളായിട്ടുള്ള 3 വിധത്തിലുള്ള അഹങ്കാരങ്ങളെയും മഹത്തത്വം ഗ്രസിക്കുമെന്നും മഹത്തത്വത്തെ സത്വാദികളാകുന്ന ഗുണങ്ങൾ ഗ്രസിക്കുമെന്നും ഗുണങ്ങളെ അവ്യാകൃതം അല്ലെങ്കിൽ പ്രധാനം ഗ്രസിക്കും എന്നും പറഞ്ഞു. ന തസ്യ കാലാവയവൈ പരിണാമാദയോ ഗുണാഹ അനാദ്യനന്തം അവ്യക്തം നിത്യം കാരണമവ്യയം. തസ്യ, അതിന്, കാലാവയവൈഹി, കാലത്തിന്റെ അവയവങ്ങൾ നിമിത്തം, പരിണാമോദയ ഗുണ, പരിണാമം മുതലായ ഗുണങ്ങൾ ന, ഇല്ല, അനാദി, ആദിയില്ലാത്തതും, അനന്തം, അവസാനമില്ലാത്തതും, അവ്യക്തം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും, നിത്യം, എപ്പോഴും ഏകരൂപത്തിലിരിക്കുന്നതും, അവ്യയം, അപക്ഷയമില്ലാത്തതും കാരണമാണ് എന്ന് പറയുന്നു. അപ്പൊ പ്രധാനത്തിന് കാലാവയവങ്ങൾ കൊണ്ട് ഇവിടെ പരിണാമങ്ങളില്ല എന്നും ജനനം, മരണം, ഇന്ദ്രിയ പ്രത്യക്ഷത്വം തുടങ്ങിയ വികാരങ്ങളില്ലാത്തത് കൊണ്ട് എപ്പോഴും ഏകരൂപത്തിൽ നിത്യമായി നാശരഹിതമായി ഇരിക്കുന്നു എന്നും പറഞ്ഞു. നയത്ര വാചോ ന മനോ ന സത്വം തമോ രജോ വാ മഹദാദയോമി ന പ്രാണബുദ്ധീന്ദ്രിയ ദേവതാവാ ന സന്നിവേശ ഖലു ലോകകൽപ്പ. എന്നിട്ട് പറയാണ്, എത്ര വാചഹ ന, ഏതൊന്നിലേക്ക് വാക്കുകൾ പ്രവേശിക്കുന്നില്ല, മനഃ ന, മനസ്സുമില്ല, സത്വം തമ രജ വാ ന, സത്വം, തമോ ഗുണം, രജോ ഗുണം ഇവയില്ല, അമീ മഹദാദയ, ഈ മഹദാദികളുമില്ല, പ്രാണബുദ്ധീന്ദ്രിയ ദേവതാവാന, പ്രാണങ്ങൾ, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ദേവതകൾ എന്നിവയില്ല, ലോകകൽപ്പ, ലോകത്തിനുള്ളതുപോലെ, സന്നിവേശ, രചനാവിശേഷവും നഖലു, അതിന് ഇല്ലല്ലോ എന്ന് പറയുകയാണ്. ഇപ്പൊ ഇവിടെ നിർവികാരമായിരിക്കുന്ന സർവവികാരങ്ങളും ബാധിക്കാത്തതായ സത്യവസ്തുവാണ് ഇത് എന്ന് കാണിക്കുകയാണ്. വാക്കിനോ മനസ്സിനോ സത്വാദി ഗുണങ്ങൾക്കോ മഹദാദി തത്വങ്ങൾക്കോ പ്രാണൻ, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അധിഷ്ഠാന ദേവതകൾ എന്നിവയ്ക്കൊന്നും പ്രവേശമില്ല. യാതൊന്ന് ഉണ്ട്, ഇല്ല, ജനിക്കുന്നു, മരിക്കുന്നു എന്നീ വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കാത്തത് എന്താണോ അത് ആ ഭഗവത് ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന വിധമാണ് എന്ന സങ്കല്പത്തിന് പോലും സാധിക്കില്ല. ലോകത്തിൽ കാണപ്പെടുന്ന മാതിരിയുള്ള ഒരാകൃതിയോ രൂപമോ നാമമോ വിശേഷമോ ഒന്നും അതിനില്ല. അതുകൊണ്ട് ഒരു വികാരങ്ങളും ബാധിക്കാത്ത നിർവികാരമായ നിത്യസത്യവസ്തുവാണ് ഇത് എന്ന് സാരം. ആ സത്യത്തെ അറിയലാണ് ഭാഗവതം എന്നുള്ളത്. ആ സത്യത്തിലേക്കുള്ള അലിയലാണ് ഭാഗവതം എന്നുള്ളത്. ആ സത്യത്തെ തേടിയുള്ള തിരച്ചിലാണ് ഭാഗവതം. അത് അത്ര എളുപ്പത്തിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലോ, വാക്കുകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്തതാണ്. വാക്കിനും മനസ്സിനും ഒന്നും ഇവിടേക്ക് പ്രവേശമില്ല. അപ്പോ ഇവിടെ സൂചിപ്പിക്കണു, അതുകൊണ്ട് ആ സത്യവസ്തു ന സ്വപ്ന ജാഗ്രന്ന തൽസുഷുപ്തം ന ഘം ജലം ഭൂരനിലോക്നിരർക്ക സുഷുപ്തവ ശൂന്യവത പ്രതർക്യം തന്മൂലഭൂതം പദമാമനന്തി. അടുത്തതായിട്ട് ഒന്നുകൂടി വിസ്തരിച്ചു പറഞ്ഞു. സ്വപ്നം, ജാഗ്രത, സുഷുപ്തി, ഈ അവസ്ഥകൾ ഇല്ല. ഇപ്പൊ സ്വപ്ന ജാഗ്രത് തത് സുഷുപ്തം ചന, സുഷുപ്താവസ്ഥയിലുമുള്ളതല്ല. ഘം ജലം ഭൂ അനിലഹ അഗ്നി അർക്കഹ,
ആകാശം, വെള്ളം, ഭൂമി, വായു, അഗ്നി, സൂര്യൻ ഇത് ഇല്ല. സുഷുപ്തവൽ സുഷുപ്തിയെ പ്രാപിച്ചതുപോലെയും ശൂന്യവത് ശൂന്യമെന്ന പോലെയും അപ്രതർക്യം ഊഹിക്കപ്പെടാൻ കഴിയാത്തതും മൂലഭൂതം മൂലമായി ഭവിച്ചതുമാണ് എന്ന് അതിനെ തത് ആമനന്തി അതിനെക്കുറിച്ച് പറയുന്നു. ഇപ്പൊ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ 3 അവസ്ഥകളും ഇല്ല, അവസ്ഥാത്രയങ്ങളില്ല. ആകാശം, ജലം, ഭൂമി, വായു, അഗ്നി, സൂര്യൻ തുടങ്ങിയവയൊന്നുമില്ല. അപ്പൊ സൂര്യൻ ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നേ ഇല്ല. അത് സ്വരാട്ടാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. സൂര്യന് പ്രകാശിക്കാനുള്ള ശക്തിയും അതിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതിനാൽ ഒരുപക്ഷെ സുഷുപ്തം അല്ലെങ്കിൽ ഉറങ്ങുന്നു എന്നതുപോലെയും അതിസൂക്ഷ്മമായതുകൊണ്ട് ശൂന്യം എന്നതുപോലെയും ഇരിക്കുന്ന ആ വസ്തു എല്ലാത്തിൻ്റെയും മൂല കാരണമാണ് എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. സത്യത്തിൽ വേദങ്ങൾക്ക് പറയാൻ പോലും സാധിക്കില്ല, വാക്കുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. എങ്കിലും പുരുഷാന്നപരം കിഞ്ചിൽ സാ കാഷ്ഠ സാ പരാഗതി, പുരുഷനെ കൂടാതെ മറ്റൊരു യാതൊരു വസ്തുവും ഇല്ല, എല്ലാത്തിൻ്റെയും പരമാവധിയും പ്രാപ്യസ്ഥാനവും പുരുഷനാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ലയ പ്രാകൃതികോ ഹ്യേഷ പുരുഷാവ്യക്തയോർ യഥാ ശക്തയ സംപ്രലീയന്തേ വിവശാ കാലവിദ്രുതാഹ. പുരുഷാവ്യക്തയോ പുരുഷന്റെയും അവ്യക്തത്തിൻ്റെയും ശക്തയ ശക്തികൾ കാലവിദ്രുത കാലം കൊണ്ട് ബാധിക്കപ്പെട്ടവയായിട്ട് വിവശ പരാധീനങ്ങളായിട്ട് യഥാ സംപ്രലീയന്തെ എപ്പോൾ ലയിക്കുന്നുവോ തഥാ അപ്പോൾ ഏഷ പ്രാകൃതിക ലയ ഈ പ്രകൃതിയാകുമെന്ന് പറയുന്ന ലയം സംഭവിക്കുന്നു. അപ്പോൾ നിത്യം, നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം ഇങ്ങനെയാണ്. അപ്പൊ പ്രാകൃത പ്രളയം ആണ് പിന്നീട് പറയണത്. പുരുഷന്റെയും അവ്യക്തത്തിൻ്റെയും ശക്തികൾ കാലാധീനകളായിട്ട് സ്വപ്രവർത്തികൾ നിർവഹിക്കാൻ അസമർത്ഥമായിട്ട് എപ്പോഴാണോ സ്വകാരണങ്ങളിലേക്ക് ക്രമേണ ലയിക്കുന്നത് അപ്പോഴുണ്ടാകുന്ന ഈ പ്രളയമാണ് പ്രാകൃതിക പ്രളയം എന്ന് പറയും. ഇവിടെ നമ്മൾ ആദ്യം നേരത്തെ ബ്രഹ്മാണ്ടം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പലയിടത്തും പറഞ്ഞു. ഇത് എങ്ങനെ ലയിച്ചു ചേരുന്നു എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞത്. നമ്മൾ ഇന്നലെ മുതൽ ആരംഭിച്ചു ആ ലയത്തെക്കുറിച്ച് പറയാൻ. ഇവിടെ പറയുന്നു, ആദ്യം ഏകോദകം വിശ്വം, ഈ വിശ്വം ലോകം മുഴുവൻ ഏകമായ ജലത്തോടു കൂടിയായിട്ട് തീരും. ആ ജലത്തിലേക്ക് ഭൂമി ലയിക്കും. ആ ജലം അതിനുശേഷം അഗ്നിയിലേക്ക് ലയിക്കും. ആ അഗ്നി വായുവിലേക്ക് ലയിക്കും. വായു ആകാശത്തിലേക്ക് ലയിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഓരോ അഹങ്കാരങ്ങൾ, തൈജസാഹങ്കാരം, അതേപോലെ തന്നെ രാജസാഹങ്കാരം, സാത്വികമായ അഹങ്കാരം, ഇത് ഇവിടെ താമസാഹങ്കാരം ഏതിലേക്ക് ചേരുന്നു? ആ ഗ്രസതി ശബ്ദത്തെ താമസാഹങ്കാരം പിടിക്കുന്നു. അതേപോലെ തന്നെ ഈ നഭഹാലീയത്തെ ആകാശം ലയിക്കുന്നു. തൈജസാഹങ്കാരം രാജസാഹങ്കാരം ഗുണങ്ങളോടുകൂടി ഇന്ദ്രിയങ്ങളെ ഗ്രസിക്കുന്നു. തുടർന്ന് പറഞ്ഞു സാത്വികാഹങ്കാരം ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെയും ഗ്രസിക്കുന്നു എന്നും പറഞ്ഞു. എന്നിട്ട് ഈ അഹങ്കാരത്തെ മഹത്തത്വം ഗ്രസിക്കുന്നു, അതിനെ സത്വാദികളായിട്ടുള്ള ഗുണങ്ങൾ ഗ്രസിക്കുന്നു. കാലം കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ട ആ അവ്യാകൃതം പ്രധാനം ഗുണങ്ങളെ ഗ്രസിക്കുകയും ചെയ്യുന്നു. പിന്നെ പ്രധാനത്തിന് ഒരു മാറ്റവുമില്ല, അതാണ് നിത്യസത്യമായി നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം.
അങ്ങനെ പ്രാകൃത പ്രളയ നിരൂപണത്തെ ഉപസംഹരിക്കുകയാണ് 21-ാമത്തെ ശ്ലോകത്തിൽ. ഇങ്ങനെ എപ്പോഴാണോ സ്വപ്രവർത്തികൾ നിർവഹിക്കാൻ പുരുഷന്റെയും അവ്യക്തത്തിന്റെയും ശക്തികൾ കാലാധീനകളായിട്ട് അസമർത്ഥമായിട്ട് തീരുന്നത്, അതിന് കഴിവില്ലാതെ വരുന്ന ഒരവസ്ഥ, ഇതിന് ആ പ്രളയത്തെ പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നു. അങ്ങനെ 3 തരത്തിലുള്ള പ്രളയങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ആത്യന്തികമായിട്ടുള്ള പ്രളയത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ 12 ശ്ലോകങ്ങളെ കൊണ്ടാണ് ആത്യന്തികമായിട്ടുള്ള പ്രളയത്തെക്കുറിച്ച് പറയുന്നത്. ഈ ആത്യന്തികമായിട്ടുള്ള പ്രളയം ആണ് മോക്ഷം എന്നുള്ള തലം. എല്ലാം ആ പ്രപഞ്ചം ആത്മാവെന്ന പോലെ സത്യവസ്തുവാണെന്ന് വന്നാൽ അത് ലയിക്കില്ല, അല്ലെ? പ്രളയം ഉണ്ടാവില്ല, ലയം സംഭവിക്കില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതായിട്ടുള്ള സ്ഥിതി പ്രപഞ്ചത്തിനില്ല എന്ന് കാണിക്കുന്ന ആത്യന്തിക പ്രളയത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ശ്രീ ശുബ്രഹ്മർഷി. 22-ാമത്തെ ശ്ലോകം മുതൽ ആ ഭാഗം 22-ാമത്തെ ശ്ലോകം മുതലുള്ള ഭാഗവത പഠനം നമുക്ക് നാളെ നടത്താം എന്ന് ഉദ്ദേശിക്കുന്നു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം.
സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.